ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷാലിമാർ പ്രൊഡക്ഷൻസ് ലിമിറ്റഡ് എന്ന കമ്പനിയെ പറ്റിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഹനീൻ എന്നൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷാലിമാർ പ്രൊഡക്ഷനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന്. അതുപോലെ നിങ്ങൾക്കും ഏതെങ്കിലും കമ്പനിയെ പറ്റി ഒരു വീഡിയോ ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മുടെ കയ്യിലൊരു ഷെയർ കിട്ടിക്കഴിഞ്ഞാൽ ആ കമ്പനിയെ പറ്റി നമുക്കൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം അല്ലേ. എന്ത് കമ്പനിയാണ്, എങ്ങനെയാണ് ബിസിനസ് ചെയ്യുന്നത്, അതാദ്യം നമ്മൾ പഠിക്കണം. ഏറ്റവും സിമ്പിളായിട്ടുള്ള മാർഗ്ഗങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വെറും 4 സ്റ്റെപ്പിലൂടെ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കും. വെറും 3 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 3 വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തെ വെബ്സൈറ്റാണ് സ്ക്രീനർ മെയിൻ വെബ്സൈറ്റാണ്. അപ്പോൾ നേരെ സ്ക്രീനറിൽ ഷാലിമാർ പ്രൊഡക്ഷൻ ലിമിറ്റഡ് എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ അബൌട്ട് സെക്ഷനിൽ നമുക്ക് കാണാൻ പറ്റും. ഇൻകോർപ്പറേറ്റഡ് ഇൻ 1985 ഷാലിമാർ പ്രൊഡക്ഷൻസ് ലിമിറ്റഡ് ഇൻ ദ ബിസിനസ് ഓഫ് മീഡിയ ആൻഡ് മീഡിയ പ്രൊഡക്ട്സ് അങ്ങനെ എഴുതിയിട്ടുണ്ട്. അതായത് മീഡിയ പ്രൊഡക്ട്സ് ബിസിനസ്സാണ് അവർ മെയിനായിട്ട് ചെയ്യുന്നത്. പിന്നെ താഴെ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും ഈ കീ പോയിൻ്റ് എന്നുള്ള ഭാഗത്ത്. കമ്പനി പ്രൊഡക്ട്സ് റിലീജിയണൽ ആൽബംസ്, ഇവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, അത് അവർ ടൈപ്പ് ചെയ്ത മിസ്റ്റേക്ക് തോന്നുന്നത്. ഷോർട്ട് ഫിലിംസ് ആൻഡ് മൂവീസ് ഫോർ ഇറ്റ്സ് ലൈബ്രറി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. സംഭവം മനസ്സിലായല്ലോ. റിലീജിയണൽ ആൽബംസ്, ഷോർട്ട് ഫിലിംസ്, അതായത് OTT പ്ലാറ്റ്ഫോം, നമ്മുടെ മെയിൻ മറ്റുള്ള OTT കാര്യങ്ങളുണ്ടല്ലോ, നെറ്റ്ഫ്ലിക്സിൻ്റെ ഇന്ത്യൻ വേർഷൻ. ആക്ച്വലി കമ്പനി OTT പ്ലാറ്റ്ഫോം അവർക്കിപ്പോൾ ഇതുവരെ ഇല്ല, ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻജിയോ മാക്സ് എന്ന് പറഞ്ഞൊരു പേരിൽ. ഇതാ ഇവിടെ കാണാം. ഇതിൽ ഫാമിലി ഫ്രണ്ട്ലി, അതേപോലെ റിലീജിയണൽ മീഡിയാസ് ആയിരിക്കും ഇതിൽ ആദ്യം തന്നെ ഉണ്ടാവുക. പിന്നെ കമ്പനി പ്രൊമോട്ടേഴ്സിൻ്റെ കാര്യത്തിൽ ഇവിടെ പറയുന്നത്, പ്രൊമോട്ടേഴ്സ് എന്ന് അറിയാമല്ലോ, അതായത് കമ്പനിയിലെ അവരുടെ വിശ്വസ്ത ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ കമ്പനി എന്ത് പ്രൊഡക്റ്റാണ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഇവർ വരുമാനമെന്ന് നമുക്ക് മനസ്സിലായി. ഇനി അടുത്തത് കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നോക്കണം. ഇതുവരെ ഉണ്ടാക്കിയ പ്രോഫിറ്റ്, ലാഭം, അത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് സ്ക്രീനറിൽ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന ഏരിയയിലേക്ക് നമ്മൾ പോകും. ഇവിടെ സെയിൽസ് എന്ന ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഇതിന് നേരെ നമ്മൾ നോക്കും. 2014 1.13 കോടി, ഇതെല്ലാം കോടികളായിരിക്കും. കോടികൾ പ്രോഫിറ്റാണ് ഈ കാണുന്നതെല്ലാം. 2015 3.47, അങ്ങനെ ഇവിടെ കുറച്ച് കുറവുണ്ടായി, പിന്നെ കൂടുതലായി 10.15 കോടിയായി, പിന്നെ 8, 4. അപ്പോൾ നമുക്ക് ഈ പാറ്റേൺ കാണുമ്പോൾ മനസ്സിലാവും ഇവിടെയാണ് ഒരു വലിയൊരു പ്രോഫിറ്റ് ഇവർ ഉണ്ടാക്കിയത് 2018. അതിനുശേഷം മൈനസ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്, താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ പ്രോഫിറ്റ്. അതായത് നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് ഈ കമ്പനിയുടെ കാര്യം മനസ്സിലായി, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നില്ല കമ്പനി. പിന്നെ സ്ക്രീനർ പോലെ തന്നെ വേറൊരു വെബ്സൈറ്റാണ് ടിക്കർ ബൈ ഫിനോളജി എന്ന വെബ്സൈറ്റ്. ഇതിനകത്ത് മാർക്കറ്റ് ക്യാപ്പ് കാണാൻ പറ്റും. 48 കോടിയുടെ മാർക്കറ്റ് ക്യാപ്പാണ് കമ്പനി. ടോട്ടൽ ആസ്തി 48 കോടി. അവർക്ക് കടങ്ങൾ പറയാൻ മാത്രമൊന്നുമില്ല. ആകെ 0.85 ക്രോർ മാത്രമേ കടമുള്ളൂ. 85 ലക്ഷം, അത്രയും ഇവർക്ക് കടമുള്ളൂ. 85 ലക്ഷം മാത്രമേ കടമുള്ളൂ എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം. പക്ഷേ ഇവിടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മൈനസാണ്. നമ്മൾ നേരത്തെ കണ്ടു സെയിൽസ് 4.22% മൈനസാണ്. അതുപോലെ പ്രൊമോട്ടേഴ്സ് 6% ഉള്ളൂ. പ്രൊമോട്ടേഴ്സിൻ്റെ നമുക്കൊരു ചാർട്ട് നോക്കാം. ഇവിടെ തന്നെ പ്രൊമോട്ടേഴ്സ് താഴെ പോയാൽ കാണാൻ പറ്റും. ഇതവിടെ വെറും 6% മാത്രമേ പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നുള്ളൂ. 2024 2025 അത്രേ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. 93% നമ്മുടെ പബ്ലിക്, നമ്മുടെ കയ്യിലാണ്. 93% ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രൈസ് കുറഞ്ഞ കമ്പനി ആയതുകൊണ്ടായിരിക്കും. ഇതിൻ്റെ വില എത്രയേ ഉള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? 49 പൈസ മാത്രമേ ഉള്ളൂ ഒരു ഷെയറിൻ്റെ വില. ഇതൊരു പെന്നി സ്റ്റോക്കായി മാറി. പിന്നെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് കമ്പനി വെർച്വലി ഡെപ്റ്റ് ഫ്രീ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡെപ്റ്റ് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഇല്ലാത്ത കമ്പനി നമ്മൾ ഹോൾഡ് ചെയ്യുന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 3ാമത്തെ സ്റ്റെപ്പിലേക്കാണ്. 3ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു വെബ്സൈറ്റ്, ഫൺ ഡേറ്റ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്. ഈ വെബ്സൈറ്റ് കമ്പനിയെക്കുറിച്ച് ഫൈനാൻഷ്യൽസ് എല്ലാം ഓട്ടോമാറ്റിക്കായി പഠിച്ചതിന് ശേഷം ഇവിടെ നമുക്കൊരു സമ്മറി തരും, ഒരു റൗണ്ട് ഷേപ്പിൽ ഗ്രാഫായിട്ട്. ഇവിടെ എഫിഷ്യൻസി, ഫൈനാൻഷ്യൽ ട്രെൻഡ്, സോൾവൻസി, ഗ്രോത്ത്, ക്വാളിറ്റി, പ്രോഫിറ്റബിലിറ്റി, ഇങ്ങനെ നമുക്ക് ഇതിൽ കാണാം. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കമ്പനി ഏറെക്കുറെ മോശമായിട്ടുള്ളൊരു കമ്പനിയാണ്. ഇത് മുഴുവനും കമ്പനിയെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇതിൽ ഒരു ഒറ്റ ഗ്രീൻ സൈന് മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നു, ബാക്കിയെല്ലാം റെഡാണ്. അപ്പോൾ തന്നെ നമുക്ക് കമ്പനിയെക്കുറിച്ച് ഒരു ധാരണ നമുക്ക് കിട്ടി. ഇനി 4ാമത്തെ സ്റ്റെപ്പ്. ഇത്രയും സ്റ്റെപ്പുകൾ കഴിഞ്ഞു ഇത്ര പെട്ടെന്ന് തന്നെ. 4ാമത്തെ സ്റ്റെപ്പ് നമ്മൾ നോക്കുന്നത് ട്രേഡിംഗ് വ്യൂ മെയിനാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് എത്ര നല്ല കമ്പനിയാണെങ്കിലും എവിടെ വാങ്ങണം എവിടെ വിൽക്കണം എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്.
എത്ര നല്ല കമ്പനിയാണെങ്കിലും വാങ്ങുന്നത് അതിൻ്റെ ശരിയായ പ്രൈസിലല്ല എന്നുണ്ടെങ്കിൽ കമ്പനി നഷ്ടത്തിലേക്ക് പോകും. കമ്പനിയല്ല, നമ്മൾ വാങ്ങിയ ഷെയറിൻ്റെ വില നഷ്ടത്തിലേക്ക് പോകും. അതിനെ പറ്റിയുള്ള വീഡിയോസ് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷാലിമാർ പ്രൊഡക്ഷൻസിൻ്റെ മന്ത്ലി ചാർട്ടാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും വലിയൊരു ഫാൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ 2004 ഇതിൻ്റെ പ്രൈസ് 40 രൂപയായിരുന്നു. ഇതിൽ നിന്ന് താഴേക്ക് ഫോളായി ഏകദേശം 1 രൂപയുടെ അടുത്ത് വരെ ഫാളായത് 2004 അതിനുശേഷം ഇതുവരെ ഈ കമ്പനി മുകളിലോട്ട് കര കയറിയിട്ടില്ല. അതിനുശേഷം വന്നത് 2014 3 രൂപ വരെ മാക്സിമം ഇത് പോയത്. അതിനുശേഷം ഇപ്പോഴും 2014 നിങ്ങൾ ഓർക്കണം, 2014 കഴിഞ്ഞ് ഇപ്പോൾ ഇത് ഏതാ വർഷം 2025 ഇത് 49 പൈസ മാത്രമേ ഉള്ളൂ ഒരു ഷെയറിൻ്റെ വില. ഈ കമ്പനി ഇനി എന്ന് പൊങ്ങുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് വാങ്ങുക. ഇതിൽ നല്ല കാര്യങ്ങളൊന്നും നമ്മളിതുവരെ കണ്ടില്ല. പ്രോഫിറ്റ് കൂടാൻ വേണ്ടിയിട്ടോ പ്രോഫിറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ നോക്കി സ്ക്രീനറിനകത്ത്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. ഇനി ഇത് നിങ്ങൾ വാങ്ങിയാൽ തന്നെ പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ തന്നെ വലിയൊരു പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ എന്ന് വെച്ച് ഇത് ചിലപ്പോൾ ഇത് പൊങ്ങാതെ ഇരിക്കാം, വർഷങ്ങളോളം. ചിലപ്പോൾ ഇത് നിങ്ങളുടെ മരണം വരെ ഇതെങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ആ പൈസ നിങ്ങൾക്ക് അവിടെ സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കും. അതിന് പകരം ആ ഒരു പൈസ എടുത്ത് നിങ്ങൾക്ക് വേറെ നല്ല കമ്പനിയിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഒരുപാട് 2000-3000 എത്രയോ സ്റ്റോക്കുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയോ നല്ല കമ്പനികൾ വാങ്ങാൻ പറ്റും. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കമ്പനിയെ പറ്റി ഇനി വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ.